ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫ്രൈഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ട് ചായ ഉണ്ടാക്കുന്ന ആ പരിപാടികളിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പമാണ്. അതും നമ്മൾ അരച്ച് അപ്പം തന്നെ ഉണ്ടാക്കുന്ന അപ്പമാണ്. ഇത് ഒരു സ്പെഷ്യൽ അപ്പമാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് ആ നാവിൽ ഉണ്ടാക്കിയിട്ട് നാവിൽ അങ്ങനെ നമുക്കൊരു രുചി ഇങ്ങനെ നിൽക്കുമല്ലോ, അങ്ങനത്തെ ഒരു രുചിയുള്ള ഒരു അപ്പമാണ് കേട്ടോ. നമ്മുടെ ചെറുപ്പത്തിലുള്ള ആ ഓർമ്മകളിൽ ഈ അപ്പത്തിൻ്റെ ആ ടേസ്റ്റും അങ്ങനെയുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. പക്ഷേ ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്നതിലുപരി ഈവനിങ്ങിലൊക്കെയാണ് കൂടുതലും വീട്ടിലുണ്ടാക്കിയിരുന്നത്. അപ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ പച്ചരി തലേ ദിവസം ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് സവോള കട്ടിയത് അല്ലെങ്കിൽ കൊച്ചുള്ളി ആണെങ്കിലും മതി, അത്, ഉപ്പ്, തേങ്ങ ഇത്രയും ചേർത്തു. പിന്നെ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ മതി, ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ അപ്പത്തിൻ്റെ ആ ഒരു പാകത്തിന് അരച്ചെടുക്കുക. സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു കുറച്ച് ലൂസായിട്ടല്ലേ അരയ്ക്കുള്ളൂ, ആ ഒരു പാകത്തിന് അങ്ങ് അരച്ചെടുക്കാം. എന്നിട്ട് ഇത് അപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടാക്കുമ്പോൾ നല്ലതായിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക. വേറെ ഓയിലിൽ ഉണ്ടാക്കി അത്രയ്ക്ക് അങ്ങനെ ആ ഒരു ടേസ്റ്റ്, ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരില്ല. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം. നെയ്യിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനവിടെ അരച്ച് മാറ്റി വെച്ചു. മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് അങ്ങ് അപ്പം ചൂടോടെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല. അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും 2-3 കാന്താരിയാണ് ഇട്ടിരിക്കണേ, അതും കൂടെ ചേർത്ത് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ കല്ലിൽ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വാടുമ്പോഴേക്കും അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ രാവിലെ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടുകാലമായി, അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് കരുതണം. അപ്പോൾ തീരുന്നതിന് മുന്നേ തന്നെ നമ്മൾ തിളപ്പിച്ച് ആറിക്കിട്ടണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വയ്ക്കുക. തിളപ്പിച്ചെടുക്കുന്ന ആൾക്കാർ വാട്ടർ ഫിൽറ്റർ ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക എപ്പോഴും. അല്ലെങ്കിൽ നമ്മൾ കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ടാണ്. അതും ചൂടുവെള്ളം ആകുമ്പോൾ നമുക്ക് ഈ ചൂടത്ത് ഒട്ടും കുടിക്കാൻ പറ്റില്ല, ആറി കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ ചേർത്തു വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലാണ്. മിക്കവാറും എനിക്കത് നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. മിക്കവർക്കും എൻ്റെ മുട്ടക്കറി, ഞാൻ ഉണ്ടാക്കുന്ന മുട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ആണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറ്. വേറെ ഓയിലിനേക്കാളും വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വാടി വരുമ്പോഴേക്കും പൊടികളായിട്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ മുളക് പൊടി ഇട്ടു. പിന്നെ പെരുംജീരകം പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കുരുമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് ഓപ്ഷണലാണ്, കുരുമുളക് വേണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ എരിവ് അതിനനുസരിച്ച് ബാലൻസ് ചെയ്യാം. അങ്ങനെ ഇതൊന്ന് വാടി വരുമ്പോഴേക്കും, ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാൻ തേങ്ങ അരച്ച് ഡയറക്റ്റാണ് ഒഴിക്കണേ. അപ്പോൾ അതിന് മുന്നേ ആയിട്ടൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം തേങ്ങ ആ ചൂടിലേക്ക് അങ്ങനെ ഒഴിക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് തിളയ്ക്കുന്ന മാതിരിയാവും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. അതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മുടെ ഈ തേങ്ങ അരച്ചു വെച്ചിരിക്കുന്ന, നന്നായിട്ട് അരയണം, ആ അരച്ചു വെച്ചിരിക്കുന്ന ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോൾ തന്നെ അത് കറി ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോൾ ഉപ്പ് നോക്കുക, എന്നിട്ട് ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് ഈ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു ഇച്ചിരി പഞ്ചസാര വേണം കേട്ടോ. ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ പുളി വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് തക്കാളി ഇടാം, അല്ലെങ്കിൽ വിനീഗർ ഒഴിക്കാം. ഇത് രണ്ടും ഞാൻ ചേർത്തിട്ടില്ല, എനിക്ക് ഈ ടേസ്റ്റാണ് ഇഷ്ടം. അപ്പോൾ മുട്ടയും കൂടെ ചേർത്തു. അപ്പോൾ നമ്മുടെ കറി ഏകദേശമായി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് മല്ലിയില ചേർത്തത്. അപ്പോൾ ആ ചെറിയ ചൂടിൽ മല്ലിയുടെ ഫ്ലേവർ ഇങ്ങനെ കറിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മുട്ടക്കറി കഴിക്കാൻ. അപ്പോൾ അതാ നമ്മുടെ കറി റെഡി ആയിട്ടോ. ഈസിയാണ്, നമുക്ക് അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ഹെൽത്തിയാണ് പാലൊഴിക്കുന്നതിലും. ആ ഫൈബർ കണ്ടൻറ്റും കൂടെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കാൻ പോവാണ്. നന്നായിട്ട് പാനിൽ എണ്ണ ഒന്ന് തടവിയിട്ടുണ്ട്, വെളിച്ചെണ്ണ തന്നെ. ഞാനൊരു പാത്രത്തിൽ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ. എന്നിട്ട് ഒരുപാട് അങ്ങനെ പരത്തണ്ട, ജസ്റ്റ് ഒന്ന് തവി വെച്ചൊന്ന് തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഒരു ചെറുതായിട്ടൊന്ന് പരന്ന് വരുമല്ലോ, അത്രയും മതി. എന്നിട്ട് നമ്മൾ ചെറിയ തീ തന്നെ വെച്ച് വേവിക്കണം. അപ്പോൾ മറിച്ചിടുന്നതിന് മുന്നേ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഇത് അങ്ങനെ ചെയ്താലാണ് കേട്ടോ നല്ലോണം മുരിഞ്ഞ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരാം.
അപ്പോൾ അപ്പം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ആ ഉള്ളി അത്രയും തന്നെ ചേർക്കണം കേട്ടോ. ഉള്ളിയുടെ ഒരു അരുചിയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഉള്ളിയും ജീരകവും തേങ്ങയും എല്ലാം കൂടെ വരുമ്പോൾ അതിൻ്റെ പ്രത്യേക രുചി തന്നെയാണ്. വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കരുത് കേട്ടോ. ഇത്രയും മാത്രം ചേർത്ത് നിങ്ങളൊന്ന് ഒരു പ്രാവശ്യങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ഒരു പ്രത്യേക ഒരു രുചിയാണ്. ആ അപ്പം നമുക്ക് വെറുതെ കഴിക്കാം. അത്രയും ടേസ്റ്റാണ്. കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് വെറുതെ കഴിക്കാം. പിന്നെ കുറച്ചുകൂടെ പഞ്ചസാര ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറി വേണ്ട, വെറുതെ കഴിക്കാം. പിന്നെ അത്രയും ഹെൽത്തി അല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ഓപ്ഷൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് കറി കൂട്ടി നല്ല സുന്ദരമായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ അപ്പം ഓരോന്നോരോന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ചെയ്താലാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുക. കുറച്ചുകൂടെ വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. ഞാൻ അത്രയും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയാട്ടോ നമ്മുടെ അപ്പത്തിൻ്റെ ഒരു ഇത് കിട്ടുക. നല്ലൊരു മയമുള്ള അപ്പമാണ്, അങ്ങനെ ഹാർഡൊന്നുമല്ല. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ഹോൾസൊക്കെ വരും. അപ്പോൾ അപ്പത്തിൻ്റെ പരിപാടികളൊക്കെ ഞാൻ അതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം തീരാറായി. നമുക്ക് ഒരുപാട് വേണ്ടല്ലോ, 2 പേരല്ലേ ഉള്ളൂ. പാറും 1 or 2 മാക്സിമം കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പം ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഷൈച്ചേട്ടന് ഇവിടെ വർക്ക് ഫ്രം ഹോമിൽ ആണ്. അപ്പം ഇവിടെ ഉണ്ട് ആൾ. നമുക്കങ്ങനെ പുറത്ത് കാണുമല്ലോ, ആൾ റൂമിൽ തന്നെ ഇരുന്ന് വർക്കിലും തിരക്കിലും ഒക്കെ ആയിരിക്കുള്ളൂ. എന്നാലും പാറു ഈ ദിവസം ഷൈച്ചേട്ടൻ്റെ കൂടെ ആ റൂമിൽ ബെഡിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കളിച്ചോളും. അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. പാറുവിനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവളുടെ ഒച്ച കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ റൂമിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ആളെ എഴുന്നേറ്റ് ബെഡിൽ തന്നെ കിടക്കുകയാണ്. അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ അവളുടെ വള കിടപ്പുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഞാൻ മാറ്റിയിട്ട് ഇവിടെ ഊരി വെച്ചിരുന്ന വള അവളെടുത്തിട്ട് അതൊക്കെ കൈ പിടിച്ചിട്ട് കിടക്കുവാണ്. രാവിലെ ഇതുപോലെ ചില ദിവസം പാറു ലേറ്റായിട്ട് ഉറങ്ങുന്ന ദിവസം ഇതുപോലെ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള ദിവസം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആൾ എഴുന്നേറ്റ് വരാം. ഒരു 9-9:30 ആവും ആൾ എഴുന്നേൽക്കുമ്പോൾ. എന്തുവാടാ കയ്യിൽ? എന്തോ കയ്യിൽ പൊന്നെ? വാടമുത്ത് വാടകല്ല വാമുത്തു ഉമ്മഞ്ഞമ്മയ്ക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. പോവാ നമുക്ക്. പാറു എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴാട്ടോ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ. അപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഉറക്കം അങ്ങനെ മാറി ആളൊന്ന് ഫ്രഷ് ആവണമല്ലോ. അപ്പം ഞാൻ അപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ടാണ് എഴുന്നേക്കുന്നതെങ്കിലും കൊടുക്കില്ല. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ആൾക്ക് വിശപ്പും ആയിട്ടുണ്ടാകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ അങ്ങോട്ട് കഴിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ അത് വെച്ചുകൊണ്ടിരിക്കും. ഇവിടെയും ചൂട് തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് വാട്ടർമെലൺ കട്ട് ചെയ്ത് ഷൈച്ചേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴേക്കും ആൾ ഓടി വന്നു. ഇങ്ങനെ കൊണ്ട് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾക്ക്. അപ്പോൾ അത് വേഗം കൊണ്ട് കൊടുത്തു, കളയാതെ കൊണ്ട് കൊടുത്തോളും. അത് കഴിഞ്ഞ് പാറുവിൻ്റെ കളികളാണ്. പാറുമ്മ ഉണ്ടാക്കിയതാണോ അത്? എവിടെ പോവാ നീ? എടാ വാ വാ വാ, ഓടല്ലേ എണ്ണ. എങ്ങടാ പോണേ? ഇങ്ങോട്ട് വാ 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 വാ. ഓ ഇതെന്താ ഉണ്ടാക്കണേ പാറുമ്മ? പാറുമ്മ എന്താ ഉണ്ടാക്കണേ? എന്താപ്പാ എന്താ ഉണ്ടാക്കണേ? എഴുന്നേക്ക് എഴുന്നേക്ക്. എടാ നീ വീഴൂട്ടാ, കുറുമ്പ് കാണിച്ചാ. പൊക്കോ പൊക്കോ. അമ്മ ഇവിടെ അടുക്കളയിൽ ജോലിയുണ്ട് അമ്മയ്ക്ക് കേട്ടോ.
പാറു അവിടെ ബെഡിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണേ. അവിടെ എന്തൊക്കെയോ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് അവിടെ ബെഡിൽ നിരത്തിയിട്ടുണ്ട്. എന്തായാലും അവിടെ ഇരുന്ന് കളിക്കുന്നതുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് കുക്ക് ചെയ്യാം. നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ കുക്കിംഗ് ഇല്ലല്ലോ. അപ്പം ഞാൻ അവരുടെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്യും. അതല്ല ഷൈച്ചേട്ടൻ നിൽക്കുന്ന ദിവസമാണ് എനിക്ക് കൂടുതലും കുക്കിംഗ് വരിക. ഇതുപോലെ ലഞ്ചൊക്കെ അത്യാവശ്യം നമ്മൾ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഇതുപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. എൻ്റെ ഒരു ഇഷ്ടത്തിനാട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം. ഷൈച്ചേട്ടന് ഇത്രയും കറികളൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തോരനാണ്. ഈ തോരൻ എനിക്കൊരു സ്പെഷ്യൽ തോരനാട്ടോ. ഇത് മുരിങ്ങാക്കായും പരിപ്പും കൂടെ തോരൻ വെക്കണതാണ്. നല്ല ടേസ്റ്റാണ്. ഇത് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അമ്മ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ മിക്കവാറും ചോറിലൊക്കെ തന്നു വിട്ടിരുന്ന ഒരു കറിയാണേ. അപ്പം ഈ ചോറിൻ്റെ കൂടെ നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് ആ ഉച്ചയ്ക്ക് എടുത്ത് കഴിക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക രുചിയായിരുന്നു കേട്ടോ. മിക്കവാറും ഈ കറി കൊണ്ടുവരുമ്പോൾ എനിക്ക് പകുതി കിട്ടാറില്ല, മൊത്തം ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയിരുന്നു. അതുപോലെ ടേസ്റ്റുള്ളൊരു കറിയാണ്. സിമ്പിളാണ്. നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ ഒതുക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ജീരകവും കൂടെ ചേർത്തിട്ട് ഒതുക്കി പരിപ്പ് ഇതുപോലെ പൊടി പോലെ വേവിച്ചെടുക്കുക. അങ്ങനെ കലങ്ങിപ്പോരുത്. മുരിങ്ങക്കോലും കൂടെ വേവിച്ചിട്ട് ഇതുപോലെ സവോള ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഇത് തേങ്ങയിട്ട് മൂപ്പിച്ച് എടുത്താൽ മതി. ഒന്ന് ഉലർത്തി എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. പരിപ്പ് ഇങ്ങനെ ഒരു പൊടി പോലെ കിട്ടണം. അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ പിന്നെ ഉണ്ടാക്കുന്ന ബീഫ് റോസ്റ്റാണ് കേട്ടോ. അത് ഒട്ടും ഗ്രേവി ഇല്ലാത്തൊരു ബീഫ് റോസ്റ്റാണ്. അപ്പോൾ ഞാനിതിൽ ബീഫ് വേവിച്ചപ്പോൾ തന്നെ പൊടികളൊക്കെ ചേർത്ത് വേവിച്ചായിരുന്നു. അതുപോലെ സവോള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് ഇതുപോലെ ഒരു നല്ല അടികട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലേക്കിട്ട് ഒട്ടും വെള്ളമില്ലാതെ ഞാൻ വേവിച്ചെടുത്തത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം പൊടിയും കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് ഇതുപോലെ വെള്ളം വറ്റിച്ച് ഉലർത്തി എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അവസാനം ഇറക്കുന്നതിന് മുന്നേയായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുവേ. അപ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ വരും. പിന്നെ കുറച്ച് പപ്പടം കാച്ചിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. കൂടെ ഞാൻ കുറച്ച് മോരുണ്ടായിരുന്നത് കാച്ചിയെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് 5 മിനിറ്റിൽ ചെയ്യാവുന്ന കേട്ടോ. പിന്നെ കുറച്ച് സവോള കട്ട് ചെയ്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും മുളകല്ല ഉപ്പും കൂടി ചേർത്തിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി എടുത്തു കഴിഞ്ഞാൽ ഈ ബീഫുള്ളപ്പോൾ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മളിന്ന് ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. പുതുതായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ ബെറ്റർ ആക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്കിത് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ലഞ്ചാണ്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഷൈച്ചേട്ടനുള്ള ദിവസം എനിക്കൊരു സന്തോഷമാണ് കേട്ടോ. അതിൻ്റെ പേരിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബൈ.